എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലും, അതായത് വൺ സൈഡ് റാലി. നമ്മൾ ഇന്നലത്തെ യൂട്യൂബിൻ്റെ തമ്പനയിൽ തന്നെ കൊടുത്തത് വൺ സൈഡ് റാലി എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ്. ഇന്നലെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പല കാര്യങ്ങളും വരച്ച് പറഞ്ഞിരുന്നു. ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മയില്ല, പറയാൻ വിചാരിച്ചാണ്. ഇനിയിപ്പോൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ട്രയാങ്കിൾ പാറ്റേണിനും ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 1 അവർ ക്യാൻഡിലാണ് ഇത്. ഇവിടെ നിന്നും മാർക്കറ്റ് നേരെ ഇവിടെ പോയി അവസാനത്തെ ക്യാൻഡിൽ മാത്രമാണ് റെഡിൽ ക്ലോസ് ചെയ്തത്. ബാക്കിയെല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡ് വേയിലൂടെ തന്നെയായിരുന്നു. ഒരു 2-3 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി കാര്യമായിട്ടുള്ള ട്രേഡുകളൊന്നും നമുക്ക് തന്നിട്ടില്ല. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ട്രേഡ് എടുത്ത് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഹൈയായ ഇവിടെ മാർക്ക് ചെയ്ത് 100 പോയിൻ്റ് എന്തായാലും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനനുസരിച്ച് ട്രേഡ് എടുത്തവർക്ക് ഇന്ന് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവും. നോക്ക്, ഇവിടെ നിന്ന് 80 പോയിൻ്റോളം ഇന്ന് പോസിറ്റീവിൽ പോയി. നമ്മൾ പറഞ്ഞ ലൈനിൽ നിന്നും ട്രേഡ് എടുത്തവർക്ക്. അപ്പോൾ ഇനി നമുക്ക് നാളെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രി എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ടെലഗ്രാം ചാനൽ വഴി ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഇന്നത്തെ ടെലഗ്രാം പെർഫോമൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഇന്ന് കാര്യമായിട്ട് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിഫ്റ്റി ആണെങ്കിൽ വൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റി ഒരു 60 to 150 ലെവലിൽ ഒരു കൺസോൾട്ടേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ സിഗ്നലുകൾ നമുക്ക് കാര്യമായ ട്രേഡ് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം നിഫ്റ്റി ഏത് നിമിഷവും ഹൈയിലാണ്, ഏത് നിമിഷവും തിരിച്ചു വരുന്ന കോലത്തിൽ തന്നെയായിരുന്നു ഇന്ന് മൂവിങ്. നമ്മൾ ഇന്ന് ആദ്യം കൊടുത്ത് ബാങ്ക് നിഫ്റ്റി ഒരെണ്ണം 380 to 480 വരെ പോയിട്ടുണ്ട്. രണ്ടാമത്തത് 00 ഫിൻ നിഫ്റ്റി പ്രോഫിറ്റാണ്. മൂന്നാമത്തെ ബാങ്ക് നിഫ്റ്റി പ്രോഫിറ്റാണ്. നാലാമത്തെ ഫിൻ നിഫ്റ്റി ക്യാൻസൽ ചെയ്തു. അത് 8 എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ അഥവാ എടുത്തവർക്ക് 10 വരെ പോയിട്ടുണ്ട്. പിന്നെ ഒരു 00 കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് SL ഹിറ്റുമാണ്. അങ്ങനെ ഇന്ന് 4 സിഗ്നലാണ് കൊടുത്തത്. അതിൽ ഒരെണ്ണം SL ഹിറ്റായി. അതേപോലെ തന്നെ ഇന്ന് കാര്യമായ സ്റ്റോക്കുകളും വലിയൊരു മൂവ്മെൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആരോ ഫാർമ സ്റ്റോക്ക് ഓപ്ഷനിൽ ഒരെണ്ണം കൊടുത്തത് അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ ഹാള് ആക്ടിവേറ്റ് ആയില്ല. ഹീറോ മോട്ടോകോപ്പ് 95 മുതൽ 103 വരെ പോയിട്ടുണ്ട്, അത് പ്രോഫിറ്റാണ്. പിന്നെ വൈകുന്നേരം ക്രൂഡ് ഓയിൽ കൊടുത്തു, എക്സിറ്റ് അടിക്കാൻ പറഞ്ഞു. അതിലൊരു 50 രൂപ ലോസിൽ എക്സിറ്റ് അടിച്ചു. നാച്ചുറൽ ഗ്യാസ് കൊടുത്തു, ഇതിലൊരു 1250 രൂപ പ്രോഫിറ്റാണ് ഒരു ലോട്ടിൽ. അതിനുശേഷം ക്രൂഡ് ഓയിൽ റീ എൻട്രി കൊടുത്തു, 152 to 158.50. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ഗ്രൂപ്പിൽ വന്ന് ഞങ്ങളുമായി നേരിട്ട് സംസാരിച്ച് താല്പര്യമുണ്ടെങ്കിൽ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ചേരാം. ഓക്കെ, ഇനി നാളെ നമുക്ക് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാം. 1 ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം പ്രീവിയസ് ലോ കണ്ടുപിടിക്കണം. ഇവിടെയാണ് നമുക്ക് പ്രീവിയസ് ലോ ഉള്ളത്. ഇനി പ്രീവിയസ് ഹൈ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? പ്രീവിയസ് ഹൈ ഇവിടെ മാർക്ക് ചെയ്യാമോ? അത് നമുക്ക് അപകടം ചെയ്യും. കാരണം ഇന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് ക്രോസ് ചെയ്തതുകൊണ്ട് നാളെ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്ത് വീണ്ടും റീട്രേസ്മെൻറ്റ് നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ പ്രീവിയസ് ഹൈ മാർക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ 1 അവറിൽ നോക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ഹൈ എവിടെ മാർക്ക് ചെയ്യാം? ഈ ഒരു റെഡ് ക്യാൻഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 24,390 കേട്ടോ, ഇവിടെ. ഓക്കെ, 24,390. നാളെ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴെ വന്ന് ഈ ലൈൻ
റീട്രേസ് ചെയ്ത് മുകളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പാടുകയുള്ളൂ. ഇനി 24,390 മുകളിലാണ് നാളെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് മുകളിലേക്ക് എടുത്തു പോകരുത്. ഇവിടെ ഇന്നത്തെ പ്രീവിയസ് ഹൈയായ 24,440 അല്ലേ, 24,440 ഉണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് തന്നെ വരാം. അങ്ങനെ താഴേക്ക് വന്നാലും ഇവിടെ നിന്ന് ഈ ഭാഗത്ത് വന്ന് റീട്രേസ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ പാടുകയുള്ളൂ. അതേസമയം ഉള്ളിൽ ഓപ്പൺ ചെയ്ത് സ്ട്രോങ് ആയിട്ട് താഴെ ഈ ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പറായ എൻട്രി എടുത്ത് പോകാം. അപ്പോൾ നാളെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,960 ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് പുട്ടെടുത്ത് പോകാം. 24,390 അത് താഴെ വന്നതിന് ശേഷം ഇനി ഈ ലൈന് തന്നെ 23,960 തന്നെ ടച്ച് ചെയ്യണമെന്നില്ല. അകത്ത് ഓപ്പൺ ചെയ്ത് താഴെ വന്ന് മേലെ ഈ ലൈൻ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, ഇതുവരെ പോകാം. ഈ ലൈനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24,500 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഈ മാസം 25,000 ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. നോക്കാം, അത് നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയും. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ പ്രീവിയസ് ഹൈ ആദ്യം മാർക്ക് ചെയ്യാം. 52,770. പ്രീവിയസ് ലോ വന്ന് 49,400. 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴേക്ക് എടുത്ത് പോകാം. നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്. നാളെ മാർക്കറ്റ് ഇവിടെ ഈ ലൈനിന് മേലെ ഓപ്പണായി ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ എവിടെ വന്നാലും എടുക്കാം. ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു സപ്പോർട്ടുണ്ട് 52,040. ഓക്കെ, 52,040 ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴേക്ക് വരാം. അതേസമയം മുകളിലേക്ക് 52,770 ബ്രേക്ക് ചെയ്താൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെയാണ്. താഴെ വരികയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ 52,040 ബ്രേക്ക് ചെയ്താൽ താഴേക്കും, 52,770 മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് കാൾ സൈഡും എടുത്ത് പോകാവുന്നതാണ്. ഇനി നമ്മൾ ഇന്നലെ 2 സ്റ്റോക്ക് പറഞ്ഞതിൻ്റെ പെർഫോമൻസ് നോക്കാം. ഒന്നാമത്തത് ലൂപ്പിനാണ്. ലൂപ്പിനിലും ബൈ എൻട്രി ആയിരുന്നു. ആഹാ, പെർഫെക്റ്റ്, നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ഒന്നും നോക്കാനില്ല. 1821 വരെ പോയിട്ടുണ്ട്. 1821 9 ജൂലൈ. ഓ, സൂപ്പറായിട്ട് കിട്ടി. 1785 എൻട്രി കിട്ടി. 1795, 1802 എന്നിങ്ങനെയാണ് ടാർഗറ്റ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തത് ജൂബിലി ഫുഡാണ്. 577 എൻട്രി. 576 ഓപ്പൺ ചെയ്ത് 577 തന്നെ ഓപ്പൺ ചെയ്ത് പിന്നെ 580 വരെ പോയി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കാണ് വന്നത്. അതിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്ന് ഇന്ത്യ മാർട്ടാണ്. കൂടുതൽ ക്യാഷ് ആവശ്യമുള്ള സ്റ്റോക്കാണ്. പക്ഷേ നമുക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിയാൽ മതി. 2743 ഇവിടെ കണ്ടോ എത്ര തവണ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അഥവാ നമുക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ നാളെ ബ്രേക്ക് ചെയ്താൽ നല്ല ഒരു പോക്ക് മേലെ പോകും. ഇവിടെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 2759, 2770. ഓക്കെ, നോക്കൂ, നമുക്ക് ഇത് ശരിക്കും നാളെ നിഫ്റ്റിയൊക്കെ ഒരു അപ് ട്രെൻഡ് തന്നെയാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്യണം കേട്ടോ. ഓക്കെ, 2743 എൻട്രി, 2731, 2759, 2770 ടാർഗറ്റ്. അടുത്തത് ഹിൻഡാൽക്കോയിലും ഒരു ബൈ എൻട്രി തന്നെയാണ്. 715 ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 707 നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം കേട്ടോ. 721, 725 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്.
ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ, നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരുപാട് ബിഗിനേഴ്സ്, അതായത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ചാർജ് കുറച്ചപ്പോൾ ബിഗിനേഴ്സ് ഒരുപാട് പേരുണ്ട്. നിങ്ങൾ 10 രൂപ ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ് നമ്മോടൊപ്പം കൂടിയിരിക്കുന്നത്. ഓക്കെ, സന്തോഷം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാൻ പറ്റുന്ന ഒരേ സമയം വെക്കാൻ പറ്റുന്ന ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് ഞങ്ങൾ പറയുന്ന എൻട്രി പ്രൈസ് വരുമ്പോൾ മാത്രം എടുക്കുക. ഇപ്പോൾ ഫിൻ നിഫ്റ്റി 23,650 22 എബോവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? 22-ന് താഴെയാണ് ഈ സ്ട്രൈക്ക് ഉള്ളത്. അപ്പോൾ 22 എബോവ് എന്ന് പറയുമ്പോൾ 22 ടച്ചെങ്കിലും ചെയ്യണം. 22 ടച്ച് ചെയ്തിട്ട് ഇനി അഥവാ താഴെയാണ് വരുന്നതെങ്കിൽ എത്ര താഴെ വരുന്നു അവിടെ നിങ്ങളെടുക്കുക. അല്ല, ഇനി 22 തന്നെ എടുത്താലും കുഴപ്പമില്ല. അവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? 22 ടച്ച് ചെയ്തതിന് ശേഷമാണ് ലിമിറ്റ് ഓർഡറിൽ എത്ര ലോട്ടാണ്. ഇപ്പോൾ 2 ലോട്ട്, ലിമിറ്റ് ഓർഡർ 22, സ്റ്റോപ്പ് ലോസ് 15. അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള കോളം ഉണ്ടാവും 15. ടാർഗറ്റ് എത്രയാണ്? 27. ഓക്കെ, കൺഫേം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ വഴിക്ക് നോക്കണ്ട, അവിടേക്ക് തിരിഞ്ഞ് നോക്കണ്ട. ഫസ്റ്റ് ടാർഗറ്റ് തന്നെ നിങ്ങൾ വെക്കുക. സെക്കൻഡ് തേർഡൊന്നും വെക്കാൻ നിൽക്കണ്ട. ഞാൻ ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ അടുത്ത സിഗ്നൽ വരുമ്പോൾ മാത്രം ഇത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നോക്കിക്കോളൂ, ആകാംക്ഷ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, നോക്കിക്കോളൂ. ഒന്നുമില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന 10 ട്രേഡിൽ 8 എണ്ണം എന്തായാലും പ്രോഫിറ്റാണ്. 2 എണ്ണമൊക്കെയാണ് SL ഹിറ്റ് ആവുള്ളൂ. ഓക്കെ, അപൂർവം ചില ദിവസങ്ങളിൽ ഒരെണ്ണമൊക്കെ SL ഹിറ്റ് ആവും. ഇന്ന് നോക്കൂ, നമ്മുടെ മെമ്പേഴ്സ് ഇന്ന് ഒരെണ്ണം SL ഹിറ്റായി. ഇവിടെ കൂൾ എന്നെഴുതിയിട്ട് 9 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, 3 പേര് തമ്പ് ലൈക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇതൊക്കെ സംഭവിക്കുന്നതാണ്, സ്വാഭാവികമാണ് എന്നുള്ള അറിവുള്ളത് കൊണ്ടും ഈ ഗ്രൂപ്പിലെ മെമ്പർമാരുമായതുകൊണ്ടല്ലേ. അപ്പോൾ ഓക്കെ, ഫിൻ നിഫ്റ്റി ഇപ്പോൾ താഴെ ഇരിക്കുന്ന പ്രൈസിന് 22 എബോവ് വന്നാൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി. ഇനി ഇതൊക്കെ എബോവ് ആണ്. ബാങ്ക് നിഫ്റ്റി 52,700 CE 145 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇത് ചിലപ്പോൾ 145 എഴുതിയ സ്ഥിതിക്ക് 160-ലോ 170-ലോ ആയിരിക്കും. നിങ്ങൾ 145 ടൈപ്പ് ചെയ്യുക, ലിമിറ്റ് ഓർഡർ. സ്റ്റോപ്പ് ലോസ് 115 ഈ സ്റ്റോപ്പ് ലോസ് കോളത്തിൽ ടൈപ്പ് ചെയ്യുക. ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് 160 ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. 170-ലിരിക്കുന്ന സ്ട്രൈക്ക് 145 വന്നാൽ എക്സിക്യൂട്ട് ആവും. ഇനി അവിടെ നിന്ന് താഴേക്കാണ് പോകുന്നതെങ്കിൽ 115-ൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഇല്ല, മേലേക്കാണ് പോകുന്നതെങ്കിൽ 160-ൽ ടാർഗറ്റ് ഹിറ്റാവും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റായി. ഇനി 145 വരാതെ ഇത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും ക്യാൻസൽന്ന്. അപ്പോൾ നിങ്ങൾ ക്യാൻസൽ അടിച്ചാൽ മതി. ഇനി 145 ടച്ച് ചെയ്യാതെ ഇപ്പോൾ 146, 147 വന്നിട്ട് തിരിച്ച് പോയി 160 കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പോൾ പിന്നെ അത് എടുക്കാൻ പാടില്ല. അതും നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും, ചില സമയങ്ങളിൽ മറക്കും. അപ്പോൾ പ്രിയപ്പെട്ട പുതു ട്രേഡർമാരെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ഇന്ന് 2-3 പേര് ലോസായി പറഞ്ഞു. എല്ലാവർക്കും പ്രോഫിറ്റാണ്. ഇന്നലെ ഇതിനേക്കാളും പ്രോഫിറ്റാണ് എല്ലാവർക്കും. ഇന്നലെയും ഇപ്പോൾ വിളിച്ച ഒരു സഹോദരൻ, ഒരു സുഹൃത്ത് ലോസാണ് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ സങ്കടം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.